ഓക്കെ. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിസം നമ്മൾ മുന്നേ പഠിച്ച ടോപ്പിക്സ് പോലെ തന്നെ നമ്മുടെ സിലബസ് കുറച്ചപ്പുറത്തുനിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബേസിക്സും ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ നമുക്ക് റെഗുലർ ആയിട്ട് ഈ ഒരു സിലബസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുമാണ് നമ്മൾ ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ലെറ്റ് സി എന്തൊക്കെ സെക്ഷൻസ് ആണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ പഠിക്കാനുള്ളത്. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിങ്ങൾക്ക് ആ നെയിം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, സ്റ്റാറ്റും അതുപോലെ തന്നെ മെക്കാനിക്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. എപ്പോഴാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസിലോട്ടേക്ക് പോവാ? ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ക്ലാസ്സിൽ കുട്ടികളുടെ മാത്സിന്റെ ഒരു കഴിവ് എങ്ങനെയാണ്, ഒരു ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്സിന്റെ ആവറേജ് ആണ് എടുക്കുക, അല്ലാതെ ഓരോ ഇൻഡിവിജ്വൽസിന്റെ മാർക്സ് ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന സിസ്റ്റത്തില്. ഇപ്പോ നമുക്കറിയാം, നമ്മളിപ്പോ ഏതൊരു ഫിസിക്കൽ ഫിനോമിന കൺസിഡർ ചെയ്യുകയാണെങ്കിലും അവിടെ ഒത്തിരി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻവോൾവ് ആണ്. ഒത്തിരി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. സോ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു പാർട്ടിക്കിളിനെ സ്റ്റഡി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അത് എസ്പെഷ്യലി മാത്തമാറ്റിക്കൽ കോംപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. അതല്ലാതെയും ഒരുപാട് റീസൺസ് കൊണ്ട് തന്നെ നമുക്ക് ഇൻഡിവിജ്വലി 1 by 1 ആയിട്ട് സ്റ്റഡി ചെയ്യുക എന്നുള്ളത് വളരെ ടാസ്ക് ആണ്. സോ നമ്മൾ പാർട്ടിക്കിൾസിന്റെ ഒരു ഓവറോൾ സ്റ്റഡി, പാർട്ടിക്കിൾസിന്റെ ഒരു ഓൾ ടുഗെദർ ആയിട്ട് ലാസ്റ്റ് ഫൈനലി എന്താണോ വരുന്നത് അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. ഇപ്പൊ നേരത്തെ നമ്മൾ ക്ലാസ്സിലെ മാത്സിന്റെ കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ മാത്സിന്റെ മാർക്സ് നമ്മൾ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി എടുക്കുന്ന പോലെ തന്നെ ഇപ്പൊ സപ്പോസ് വി ഹാവ് എ സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഇൻക്ലൂഡ്സ് എ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പൊ ഈ ഒരു ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ മോഷൻ എന്ന മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ. സോ ഇപ്പൊ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയും വേറൊരു പാർട്ടിക്കിളിന്റെ മോഷൻ ഇങ്ങനെയും, ആൻഡ് ദിസ് പാർട്ടിക്കിൾ ഇസ് മൂവിങ് ലൈക്ക് ദിസ്. സോ ഈച്ച് പാർട്ടിക്കിൾസിന് റാൻഡം മൂവ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് ഇതിലൊരു ഇൻഡിവിജ്വലിനെ സ്റ്റഡി ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ടീഡിയസ് പ്രോസസ്. സോ ദാറ്റ് നമ്മള് ഇവരെ എല്ലാവരുടെയും മോഷൻ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് മാക്രോസ്കോപ്പിക് ലെവലില് നമ്മൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇപ്പൊ ഇവരെല്ലാവരുടെയും മോഷൻ ഓൾ ടുഗെദർ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു മോഷൻ ആണെന്നുണ്ടെങ്കിൽ that we are going to study, which means the most probable value, or we can call it as മോസ്റ്റ് പ്രോബബിൾ എന്ന് തന്നെ പറയണം. ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നമ്മൾ പ്രോബബിലിറ്റി ആണ് ഡീൽ ചെയ്യുന്നത്. ഹിയർ ഇറ്റ് ഇസ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ, or sometimes call it as statistical value or average value. ബട്ട് അധിക ടെക്സ്റ്റ് ബുക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ മോസ്റ്റ് പ്രോബബിൾ എന്ന് തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിന്റെ മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള, നമുക്ക് എന്താണോ ആ സിസ്റ്റത്തിന്റെ മെക്കാനിക്സ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത് അത് നമ്മൾ മോസ്റ്റ് പ്രോബബിൾ കേസിലോട്ടേക്ക് എന്ത് ചെയ്യുവാണ്, സ്റ്റഡി ചെയ്യാൻ പോകുന്നതാണ്. ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ അതിനൊരു റേഞ്ച് ഉണ്ട്. ദാറ്റ് ഈസ് 10⁻23 പാർട്ടിക്കിൾസ്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന സിസ്റ്റംസ്, ആറ്റംസ് ആണെങ്കിൽ 10⁻23 റേഞ്ച് ആൻഡ് എബോ റേഞ്ചിൽ വരുന്ന അത്രയും പാർട്ടിക്കിൾസ് ഉണ്ടാവുമ്പോഴാണ് ആക്ച്വലി വി ആർ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. അതർവൈസ് ഇപ്പൊ നമ്മൾ നേരത്തെ മാത്സിന്റെ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോ ഒരു 2-3 സ്റ്റുഡൻസ് ഒക്കെയാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഈ ഒരു ആവറേജ് എടുക്കുന്നതിന് വലിയ മീനിങ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇഫ് our number of particles are very very less, statistical mechanics is meaningless. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നമുക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഷുഡ് ബി വെരി വെരി ഗ്രേറ്റർ, ഓർ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 10⁻23. നമ്മൾ ആ ഒരു റേഞ്ച് അവര് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു ലെവലിൽ അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് റിലയബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന് തരാൻ പറ്റുള്ളൂ. ഓക്കെ, സോ
നമ്മൾ നേരത്തെ പറഞ്ഞു ഒത്തിരി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റം ആണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നതെന്ന്. ആൻഡ് വി ആർ സ്റ്റഡിങ് ഇൻ എ പെർസ്പെക്ടീവ് ഓഫ് ഇറ്റ്സ് എ ടെമ്പറേച്ചർ ദാറ്റ് വി ആർ കോൾഡ് thermal study of many particle system. So we can classify it thermal study of many particle system. Thermal study എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ആണ് തെർമൽ സ്റ്റഡി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് മെനി പാർട്ടിക്കിൾ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ about 10 raised to 23 and greater number of particles are present in our system. And this can be broadly divided into two parts. One is macroscopic study and another is microscopic study. Macroscopic study എന്ന് പറയുമ്പോൾ ആസ് യു ഓൾ നോ നമുക്ക് ഒരു ഓർഡിനറി വേയില് വിസിബിൾ ആവുന്ന രീതിയിലാണ് മാക്രോസ്കോപ്പിക് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഒരു മാക്രോ എന്ന് പറഞ്ഞാൽ സംതിങ് ലാർജ് ആണ്, നമുക്ക് നമ്മുടെ നേക്കഡ് ഐ വെച്ച് വിസിബിൾ ആവുന്നതാണ് മാക്രോസ്കോപ്പിക് എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ഇറ്റ് ഓർഡിനറി വേയില് ലാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും. That is called a macroscopic study. And macroscopic study il thanne namukku rendu classification aanu varunathu. One is the famous thermodynamics. Nammala systeminte macroscopic study aanu nammal thermodynamics il deal cheyyunnathu. And there is another branch, irreversible thermodynamics. Thermodynamics means our systems, നമ്മൾ പഠിക്കാൻ പോകുന്ന systems എന്ന് പറയുന്നത് that are in equilibrium. Systems are in equilibrium, and in irreversible thermodynamics, systems are not in equilibrium. And the microscopic study എന്ന് പറയുന്ന സമയത്ത് it is in the atomic level, atomic or molecular level നമുക്ക് പറയാം. And that is ഒരു 10 ആംസ്ട്രോങ് റേഞ്ചിൽ വരുന്ന സ്റ്റഡി ആണ് മൈക്രോസ്കോപ്പിക് സ്റ്റഡീന്റെ കാറ്റഗറിയിൽ വരുന്നത്. ഓർ ഇവിടെ നമുക്ക് രണ്ട് ഡിസിപ്ലിൻസ് ആണ് വരുന്നത്. വൺ ഇസ് കൈനറ്റിക് തിയറി ആൻഡ് അനദർ ഇസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ മാക്രോസ്കോപ്പിക് സ്റ്റഡി എന്ന് പറയുന്ന സമയത്ത് വി ആർ ഡീലിംഗ് വിത്ത് മാക്രോസ്കോപ്പിക് വാരിയബിൾസ് ഓർ പാരാമീറ്റേഴ്സ്. In thermodynamics, we call it like state functions or path functions. അതിൽ തന്നെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇന്റൻസീവ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ആണ്, ലൈക്ക് പ്രഷർ, ടെമ്പറേച്ചർ. അതുപോലെ എക്സ്റ്റെൻസീവ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സൈസ്. ഇപ്പോ നമ്മുടെ കയ്യിൽ ഒരു സിസ്റ്റം ഉണ്ട് എന്ന് വിചാരിക്കാം, ആൻഡ് വി ആർ ഈക്വലി ഡിവൈഡിങ് ദ സിസ്റ്റം. നൗ ആദ്യം വി ആയിരുന്നു വോളിയം എങ്കിൽ നൗ ദ വോളിയം ഇസ് v/2, വിച്ച് മീൻസ് നമ്മൾ സിസ്റ്റത്തിന്റെ സൈസ് റെഡ്യൂസ്ഡ് ആക്കിയ സമയത്ത് വോളിയം ചേഞ്ച് ചെയ്തു. സോ വോളിയം ഇസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. നമുക്ക് മാക്രോസ്കോപ്പിക് ആയിട്ട് നമുക്ക് വിസിബിൾ ആവുന്ന അല്ലെങ്കിൽ ഒരു പെരിഫറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇന്റേർണലി എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഹൗ ദിസ് പാർട്ടിക്കിൾസ് ആർ ഇന്ററാക്ടിങ് ഓർ വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, അങ്ങനെ ഒന്നും നമ്മൾ നോക്കാതെ സിംപ്ലി നമുക്ക് വാട്ട് വി ആർ ഗെറ്റിംഗ് ഇൻ ദ പെരിഫറൽ അത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിലാണ് നമ്മൾ ഈ മാക്രോസ്കോപ്പിക് കാറ്റഗറിയിൽ വരുന്നത്. സോ നമ്മൾ പറഞ്ഞത് വോളിയം ഇസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇഫ് ടെമ്പറേച്ചർ നമ്മൾ ടീയിലാണ് കീപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആദ്യം ഈ ഒരു ഡിവിഷൻ നടത്തിയ സമയത്ത് ദ ടെമ്പറേച്ചർ വിൽ ബി ദ സെയിം. ടെമ്പറേച്ചറിന് നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് അൾട്ടർ ചെയ്യില്ല. സോ ദിസ് ഇസ് എൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി ദാറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് സൈസ്, ആൻഡ് ദിസ് ഡിപ്പെൻഡ്സ് ഓൺ സൈസ്. നിങ്ങൾക്ക് അറിയായിരിക്കും, തെർമോഡൈനാമിക്സ് ഒക്കെ നമ്മൾ കുറെ മുന്നേ തന്നെ പഠിക്കുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, ആൻഡ് വൺ മോർ തിങ് ഇസ് ദെയർ. നമ്മൾ മെനി പാർട്ടിക്കിൾ സിസ്റ്റംസ് എന്ന് പറയുന്ന സമയത്ത് ദാറ്റ് സിസ്റ്റം മേ ബി സോളിഡ്സ് ആവാം,
ലിക്വിഡ്സ് ആവാം, ഗ്യാസസ് ആവാം, ഇപ്പം സോളിഡ് സ്റ്റേറ്റിലും ഫ്ലൂയിഡ് സ്റ്റേറ്റിലും, അതുപോലെ തന്നെ നമുക്ക് പ്ലാസ്മ, വാട്ട് എവർ, എവിടെയാണെങ്കിലും വി ക്യാൻ അപ്ലൈ ദാറ്റ്. ഇൻ റേഡിയേഷൻസ് ഓൾസോ വി ക്യാൻ അപ്ലൈ. റേഡിയേഷൻസിൽ നമുക്കൊരു അപ്ലിക്കേഷൻ ആയിട്ട് പഠിക്കാനുണ്ട്. ബിക്കോസ് റേഡിയേഷൻസ് എന്ന് പറയുമ്പോൾ വി നോ ദാറ്റ് it contains large number of photons. Radiation, when interact with the matter, it behaves like a particle. And particles എന്ന് പറയുമ്പോൾ റേഡിയേഷൻസ് ഉള്ള പാർട്ടിക്കിൾസ് ആണ് ഫോട്ടോൺസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. സോ ആ ഫോട്ടോൺസിന്റെ സിസ്റ്റംസ് ആണെങ്കിലും എല്ലാം we can study under the category statistical mechanics. And black body radiation ഒക്കെ നമ്മൾ statistical mechanics വെച്ചിട്ടാണ് ഫൈനലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അത് നമുക്ക് ലേറ്റർ സെക്ഷൻസിൽ പഠിക്കാനുണ്ട്. Okay, and what is next? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഫിസിക്സിന്റെ ലാംഗ്വേജിൽ എങ്ങനെ പറയാൻ നോക്കാം. Statistical mechanics establishes the interpretation of macroscopic behavior of a system in terms of their microscopic properties. Normally we are experiencing the macroscopic behavior. ആ ഒരു macroscopic behaviorനെ അതിന്റെ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം, അതാണ് ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്നത്. സോ നിങ്ങൾക്ക് അറിയായിരിക്കും മാക്രോസ്കോപ്പി, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. മാക്രോസ്കോപ്പിക് എന്ന് പറയുന്ന സമയത്ത് തെർമോഡൈനാമിക്സ് ആണ് മെയിൻ ആയിട്ട് മാക്രോസ്കോപ്പിക് ബിഹേവിയർ നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോർ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റഡി ചെയ്യാറ്. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഈ ഒരു വേയിൽ പറയുവാണെങ്കിൽ it is a connection between thermodynamics and quantum mechanics. Okay, so what about the second point? It considers how the overall behavior of a system of many particles is related to the properties of the particles themselves. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്, ബട്ട് വൺ തിങ് ഇസ് there. Many particles in the system, അവരുടെ ഓവറോൾ ബിഹേവിയർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിനെ അവരുടെ പ്രോപ്പർട്ടീസിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാം. മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ പാർട്ടിക്കിൾസ് ദെംസെൽസ്. Okay, that is the second point. And it is not concerned with the actual motion or interaction of individual particles. Instead, with what is most likely to happen. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ ഓരോ പാർട്ടിക്കിൾസും വളരെ ഇറഗുലർ ആൻഡ് റാൻഡം മൂവ്മെന്റ് ആയിരിക്കും. സോ വി കൻ നോട്ട് കോൺസെൻട്രേറ്റ് ഇൻ എ പെർട്ടിക്കുലർ പാർട്ടിക്കിൾ. സോ ദാറ്റ് ഇസ് വെരി ടാസ്ക്. അങ്ങനെയാണെങ്കിൽ വി ആർ നോട്ട് കൺസേൺഡ് വിത്ത് ദ ആക്ച്വൽ മോഷൻ, ബട്ട് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ വാട്ട് ഇസ് മോസ്റ്റ് ലൈക്ലി ടു ഹാപ്പൻ ഓർ ദ പ്രോബബിലിറ്റി, മാക്സിമം പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ഏതാണ്, ദാറ്റ് വി ആർ ഡീലിംഗ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. Okay, now it tells us the probability that the particle has a certain amount of energy at a certain moment. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞതൊക്കെ വെച്ചിട്ട് ആക്ച്വലി അതിന്റെ ഒരു ഇന്റേണലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സപ്പോസ് എ thermodynamic system or a macroscopic system, നമ്മൾ എങ്ങനെയാ നോർമലി സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുക, or the state of a system is represented by some state variables like number of particles, volume, temperature, pressure, its energy, etc. So I have a system like this, and the energy of the system may be ഒരു 1000 joule ആണെന്ന് വിചാരിക്കാം. And it contains a large number of particles. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ എനർജി 1000 ജൂൾ ആണെന്ന് പറയുമ്പോൾ that is a overall energy. And according to statistical mechanics, how this 1000 joule of energy is distributed among n number of particles. And suppose ഈ ഒരു സിസ്റ്റത്തില് I have n equal to 100 number of particles ഉള്ള ഒരു സിസ്റ്റം ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. And their overall energy or total energy is 1000 joule. അങ്ങനെയാണെങ്കിൽ how this 1000 joule of energy is distributed among 100 number of particles. അവര് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവണം എന്ന് ഒരു നിർബന്ധമില്ല. മേ ബി ഒരു 2 പാർട്ടിക്കിൾസിന് 2 ജൂൾ ഓഫ് എനർജീസ് ആയിരിക്കാം, ആൻഡ് വേറെ 2-3 പാർട്ടിക്കിൾസിന് 3 ജൂൾസ് ഓഫ് എനർജീസ് ആയിരിക്കാം. ഹൗ ദിസ് ഡിസ്ട്രിബ്യൂഷൻ ഹാപ്പൻസ്, അതാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
And that is the second point also, how this energy is distributed over n particles. And statistical mechanics applied to deduce some average properties of large number of electrons, molecules, or photons, etc. Then the last point is statistical mechanics is applicable in both classical and quantum mechanics. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനെ നമ്മൾ നേരത്തെ കാറ്റഗറൈസ് ചെയ്തല്ലോ, ഇവിടെ കാറ്റഗറൈസ് ചെയ്തതിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിക്കൽ മെക്കാനിക്സിൽ വരുന്നതും ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്നതും. സോ ഞാൻ അവിടെ കുറച്ചും കൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഞാൻ ഇത് ഇവിടെ കാണിക്കാം. So statistical mechanics can be further divided into classical statistics and the second one is quantum statistics. ഓക്കെ, ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ സിസ്റ്റത്തിലുള്ള പാർട്ടിക്കിൾസ് ആരാണ്, ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ഇൻ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഓർ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് മാക്സ്വെൽ ബോൾസ്മാൻ statistics, and the particles are maybe gas, because here spin is not considered. അപ്പൊ നമ്മൾ സ്പിന്ന് കൺസിഡർ ചെയ്യാത്തവരൊക്കെ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാക്സ്വെൽ ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇപ്പോൾ 4 പാർട്ടിക്കിൾസ് വന്നിട്ട് ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഏതാണ്, അല്ലെങ്കിൽ മാക്സ്വെൽ ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഏതാണ്? ദാറ്റ് ആർ ക്ലാസിക്കൽ പാർട്ടിക്കിൾസ്. നമ്മൾ സ്പിന്ന് കൺസിഡർ ചെയ്യാത്ത എല്ലാ പാർട്ടിക്കിൾസും കംസ് അണ്ടർ ദ കാറ്റഗറി classical statistics, sorry. And the second thing is quantum mechanics. Here spin is considered, so it can be further classified as, the first one is Fermi-Dirac statistics. Fermi-Dirac statistics means fermions ആണ് ഇവിടെ ഉണ്ടാവുക. ഫെർമിയോൺസ് ആയിരിക്കും നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ഉണ്ടാവുന്ന കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്നത്. ഫെർമിയോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്പിൻ ഹാഫ് പാർട്ടിക്കിൾസ് ആണ് ഫെർമിയോൺസ് എന്ന് പറയുന്നത്. ഹാഫ് ആവണമെന്നില്ല, ഇന്റഗ്രൽ, ഹാഫ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ, അതാണ് നമ്മൾ കോമൺലി പറയുന്നത്. ആൻഡ് സെക്കൻഡ് കാറ്റഗറി ഈസ് Bose-Einstein statistics. Here particle has integral spin, that may be 0, 1, etc. NH cross എന്ന് വേണമെങ്കിൽ നമുക്ക് ജനറലി പറയാം. This is n/2 H cross. So these particles are bosons. സ്പിൻ 0 ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റഗ്രൽ സ്പിൻ വരുന്നവരാണ് ബോസോൺസ് എന്ന് പറയുന്നത്. സോ ഇഫ് അവർ സിസ്റ്റം കണ്ടെയ്ൻസ് ബോസോൺസ്, വി ആർ യൂസിങ് Bose-Einstein statistics. ഓക്കെ, സോ നമ്മൾ ഒരു തവണ ഒരു സെറ്റ് എക്സാമിനാണ് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഇലക്ട്രോണ് ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഒബേ ചെയ്യുന്നത് എന്ന്. ഇലക്ട്രോൺ നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രോൺ ആയാലും പ്രോട്ടോൺ ആണെങ്കിലും അതുപോലെ ന്യൂട്രോൺ, ഇവരെല്ലാവരും ഹാഫ് ഇന്റഗ്രൽ സ്പിൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ആൻഡ് ദേ ആർ ഫെർമിയോൺസ്, വിച്ച് മീൻസ് ദേ ഒബേ Fermi-Dirac statistics. അതുപോലെ തന്നെ ഒരു തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് ഫോട്ടോൺസ് ഏത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കാറ്റഗറിയിലാണെന്ന്. ഫോട്ടോൺസ് സ്പിൻ 0 ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്, സോറി സ്പിൻ 1 ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. സോ Bose-Einstein സ്റ്റാറ്റിസ്റ്റിക്സിലാണ് ഫോട്ടോൺസിന്റെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ,